പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മാരേജ് ഈസ് എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. പക്ഷേ ചിലപ്പോൾ ഇന്നത്തെ സൊസൈറ്റിയിൽ അതൊരു ഡിഫിക്കൽട്ട് കമ്മിറ്റ്മെൻ്റ് ആണെന്ന് തോന്നാറുണ്ടോ? ഈ മാരേജ് എന്ന കൺസെപ്റ്റ് ഈ കാലത്തെ കൾച്ചറിൽ ഡിവോഴ്സും ഒക്കെ കയറി വന്ന് ഒത്തിരി ക്രിസ്ത്യൻസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ് നിന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തെ കാണണം, കുടുംബജീവിതത്തെ കാണണം. ഒരു പ്രോപ്പർ പേഴ്സ്പെക്റ്റീവ് നാം എടുക്കുകയാണെങ്കിൽ ദൈവമക്കളെ, മാരേജ് എന്ന് പറയുന്നത് സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്കുള്ള ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ അല്പനേരത്തെ ചിന്തിക്കേട്ട് ഉത്തമഗീതം 6:3, സോങ് ഓഫ് സോങ് 6:3. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, അവൻ താമരകളുടെ ഇടയിൽ മേയ്ക്കുന്നു. ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കണം. ഈ മാരേജ് എന്ന് പറയുന്നത് ഒരു അട്രാക്ഷൻ ആണോ? നോ. ആദ്യം നിൻ്റെ കൂട്ടാളിയെ കണ്ട സമയം ഓർക്കുന്നു. പഴയ കാലങ്ങളൊക്കെ ഒന്ന് ഓർത്തേ. അതിനുശേഷം വിവാഹ ജീവിതം തുടങ്ങി. നല്ല ഫണ്ണുണ്ട്, റൊമാൻറ്റിക്കായിരുന്നു. പക്ഷേങ്കിൽ ഇന്ന് അനേക മാസങ്ങൾ പിന്നിട്ടവരുണ്ട്, വർഷങ്ങൾ പിന്നിട്ടവരുണ്ട്. കുഞ്ഞുങ്ങളായി, നമുക്കൊക്കെ പ്രായം ചെല്ലുക അല്ലേ, നമുക്കൊക്കെ വെയിറ്റൊക്കെ കൂടി. ആ ഇനീഷ്യൽ അട്രാക്ഷൻ പോയിട്ടുണ്ടോ? ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. സ്നേഹമെന്ന് പറയുന്നത് ഒരു അട്രാക്ഷൻ അല്ല. ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. ഇറ്റ് ഗോസ് ഡീപ്പർ. ലവ് ഈസ് എ കമ്പാനിയൻഷിപ്പ്. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് എ ഫ്രണ്ട്ഷിപ്പ്. പ്രൈസ് ഗോഡ്. നാം എപ്പോഴും ഓർത്തോണം, നമ്മുടെ കൂട്ടാളിയാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ ഭാവിച്ചാനോട് പറയാൻ സമയം നീളും തോറും, ഒന്നുകിൽ അദ്ദേഹം ഒരു ശുശ്രൂഷയിലായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ട്രാവൽ ചെയ്തിരിക്കുമായിരിക്കും, ഫോണിൽ കൂടി എനിക്ക് പറയാൻ പറ്റാത്ത കാര്യമായിരിക്കും. പക്ഷെ പറയുന്നവരെയും എൻ്റെ മനസ്സിലൊരു അസ്വസ്ഥതയാണ്. നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളായിരിക്കും. കാരണം നമ്മുടെ സ്പൗസാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. ജീവിതം ഒരുമിച്ച് ഇത്രത്തോളം പണിതുകൊണ്ട് വന്നത് നമ്മളല്ലേ. കർത്താവ് കൂടെ ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നു. ആ സഹായം കൊണ്ടാണ് ഇത്രത്തോളം പണിയുവാനായിട്ട് തുടങ്ങിയത്. പ്രൈസ് ഗോഡ്. ജീവിതം ബോറിംഗ് ആയി തീരല്ലേ. ഇന്നോ നാളെയോ നമ്മളിവിടെ വിട്ടുപോകാനുള്ളവരാണ്. അതുകൊണ്ട് തമ്മിലുള്ള ക്വാളിറ്റീസിനെ നാം അപ്രീഷിയേറ്റ് ചെയ്ത് സന്തോഷത്തോടെ ജീവിതം കഴിപ്പാൻ തക്കവണ്ണം, കെട്ടുപോയ എന്തെങ്കിലും ഒക്കെ സന്തോഷങ്ങളുണ്ടെങ്കിൽ അത് കത്തിച്ചെടുക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. Married partners should not give up on each other in either case. Marriage is for a lifetime. സ്തോത്രം. ഞാൻ ഈ മാരേജ് എന്നുള്ള ടോപ്പിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ, അതായത് ആ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒന്നിലേക്ക് കയറാനായിട്ട് ഓരോ ദിവസവും പ്ലാൻ ചെയ്യും. പക്ഷേ പറ്റാത്തത് കൊണ്ട് പിന്നെയും ഈ ടോപ്പിക്കും കൂടെ ഒന്ന് സംസാരിക്കാം. അങ്ങനെ ഇത് നീണ്ടുപോവുകയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, മാരേജ് ഒരു അട്രാക്ഷൻ അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ പറയാം, മാരേജ് എന്ന് പറഞ്ഞാൽ അതൊരു ഫീലിംഗ് അല്ല. പല സീസൺസിൽ കൂടെ നാം കടന്നു പോയിരിക്കും അല്ലേ. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ നാം നല്ല സ്ഥലങ്ങളിലായിരിക്കും, ചിലപ്പം നാം സ്ട്രെസ്ഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ് ആയി പോകുന്ന സമയങ്ങളിലായിരിക്കും, ചിലപ്പം കൂട്ടാളിയോട് ദേഷ്യം തോന്നുന്ന അവസ്ഥകൾ വന്നെന്നിരിക്കും. ഒരു കൾച്ചറൽ കൺസെപ്റ്റും സ്നേഹത്തെക്കുറിച്ച്
നമ്മുടെ ജീവിതത്തിൽ കാണരുതേ. കാരണം സ്നേഹമെന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കേണ്ട ഒരു കാര്യമാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതിൽ മൂന്നിൽ വലുതോ? സ്നേഹം തന്നെ. ഫ്രം ദ ബിബ്ലിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ, ലവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ അഫെക്ഷൻസ് ഒക്കെ സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ടല്ലേ. അത് ഒരു കമ്മിറ്റ്മെൻറ്റാണ്, നമ്മൾ ചൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ശത്രുക്കളെ പോലും സ്നേഹിപ്പാനാണ് അല്ലേ. പക്ഷെ ചില ദിവസം സ്നേഹം തോന്നുന്നില്ല എന്ന് വെച്ചോ. ദൈവമക്കളെ, തിരിച്ച് വചനത്തിലേക്ക് വരണം. വി ആർ കമാൻഡഡ് ടു ലവ് അല്ലേ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് സ്നേഹിക്കാതിരുന്നാൽ അത് പാവമാണ്. വി മസ്റ്റ് ഒബേ ഗോഡ് ആൻഡ് ഒബേ ദ സ്ക്രിപ്ചേഴ്സ് വെദർ വി ഫീൽ ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഈ ലോകത്തിലെ ഈ കാലഘട്ടത്തിലെ പല ജീവിതങ്ങളും കണ്ട് നാം മടുത്തു പോകരുത്. വേർഡ് ഓഫ് ഗോഡ് അതാണ് ഏറ്റവും വലുത്. ലവ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ചോയ്സ്. അത് നമ്മുടെ ഫെയ്ത്ത്ഫുൾനെസ്സിനെ കാണിക്കുന്നത്. ഇതൊക്കെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുടുംബജീവിതം ഒരു കവനൻ്റ്. ആ കവനൻ്റ് മരണം വരെ സൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥര. അതിന് നാം കണക്ക് കൊടുക്കേണ്ടി വരും. തീർച്ചയായും അത് സീരിയസ് ആയിട്ട് നാം കാണണം. മാരേജ് ഒരു കമ്മിറ്റ്മെൻറ്റാണ്. അതും ലൈഫ് ലോങ് നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിനകത്താണ് വ്യക്തിപരമായി നമ്മുടെ ഇൻറ്റഗ്രിറ്റി തെളിവാകുന്നത്. ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കമ്മിറ്റ്മെൻറ്റ്. പ്രൈസ് ഗോഡ്. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയേറിയതാണെന്ന് മനസ്സിലാക്കണം. Staying committed to marriage shows to ourselves and others that we are a committed person, able to keep our promises. അങ്ങനെ നമ്മുടെ കുടുംബജീവിതം നമ്മുടെ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യും. പ്രൈസ് ഗോഡ്. വലിയ ഡിഫിക്കൽട്ടാണ് രണ്ടായിരുന്നവർ ഒന്നാകുന്നത് അല്ലേ. എന്നാൽ ദൈവം അതിനാവശ്യമാകുന്ന കൃപ നമ്മുടെ മേൽ തീർച്ചയായും പകരും. മാരേജ് കവനൻ്റാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഓർക്കണമേ, അത് ഒരു റിഫ്ലക്ഷനുമാണ്. നാം എന്തിനാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? കർത്താവ് എങ്ങനെ സഭയെ സ്നേഹിച്ചു അല്ലേ. അതൊരു മിസ്റ്ററിയാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പൗലോസ് അത് ലേഖനങ്ങളിൽ എഴുതിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ബിബ്ലിക്കൽ മിസ്റ്ററി ദൈവത്തിൻ്റെ പ്ലാനിനുള്ളത് നമ്മൾ നമ്മുടെ കുടുംബജീവിതം കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നവരായി തീരണം. പ്രൈസ് ഗോഡ്. മാരേജ് ഈസ് ആൻ എക്സാമ്പിൾ. ഹല്ലേലൂയ. നമ്മുടെ കുടുംബജീവിതം മറ്റുള്ളവർക്ക് മാതൃകയുള്ളതായിട്ട് തീരണം. അതുകൊണ്ട് ഏറ്റവും സൂക്ഷ്മതയോടെ അത് കൈകാര്യം ചെയ്യുവാൻ, ഏത് പെയിൻഫുൾ സിറ്റുവേഷനിൽ വന്നാലും നമ്മുടെ ഫെയ്ത്ത്ഫുൾനെസ് വിട്ടുകളയാതെ വണ്ണം ദൈവഹിത പ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ തക്കവണ്ണം, തോൽവി ജീവിതത്തിൽ വരുമ്പോഴും അതിന്മേൽ ജയമെടുപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് തിരുവചനം വായിച്ച് പ്രാർത്ഥിച്ച് ദൈവഭയത്തിൽ നാം മുന്നോട്ട് ജീവിക്കുമ്പോൾ മനസ്സിലാക്കണമേ, മറ്റുള്ളവർ പോലും നമ്മൾ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് പ്രാക്ടീസ് ചെയ്യുന്നത് കാണുമ്പോൾ ദൈവത്തോട് ചേർന്ന് വരുവാൻ ഇടയാകും. മാരേജ് ഈസ് എൻ എക്സാമ്പിൾ ടു ദ വേൾഡ്. ഞാൻ വിശ്വസിക്കുന്നു, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ടു അവർ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. ഇറ്റ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ടു ദ ചർച്ച്. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ടു അവർ ഓൺ ചിൽഡ്രൻ. മാരേജ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട് ട്രൂ ലവ് ഈസ്. ദിസ് ഈസ് വെയർ വി റിയലി ലീവ് ഔട്ട് അവർ സാൽവേഷൻ ഡെയിലി. നാം രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദിലാണ് മറ്റുള്ളവർ മനസ്സിലാകത്തക്കോണം ജീവിപ്പാൻ്റെ കോണം. എൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ജീവിതത്തിൽ തന്ന ഈ ബന്ധം ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ മാതൃകയുള്ളവരായി ജീവിച്ച്
സ്വർഗത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.